ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ ആർഎസ്എസ് പ്രവർത്തകരെ പോലീസ് ജാമ്യം നൽകി വിട്ടയച്ചതിൽ പ്രതിഷേധിച്ച് സിപിഐഎം പ്രവർത്തകർ തിരുവനന്തപുരം തിരുവല്ലം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. വാറണ്ട് കേസിലടക്കം പ്രതികളായ പിടികിട്ടാപ്പുള്ളികളെയാണ് പോലീസ് നിസാര വകുപ്പുകൾ ചുമത്തി ജാമ്യം നൽകി വിട്ടയച്ചത്. ആക്രമണത്തിന് ഇരയായ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആശുപത്രിയിൽ കഴിയുന്നതിനിടെ പ്രതികളെ വിട്ടയച്ച സംഭവം അന്വേഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിക്കുകയും പണവും മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കുകയും ചെയ്ത സംഭവത്തിലെ പ്രതികളെ തിരുവല്ലം പോലീസ് നിസ്സാര വകുപ്പുകൾ ചുമത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടു എന്നാരോപിച്ചാണ് സിപിഐഎം പ്രവർത്തകർ തിരുവല്ലം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. കരുവം, തിരുവല്ലം, മടത്തുകാട് എന്നീ പ്രദേശങ്ങളിൽ വെച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായത്. ഉച്ചയോടെ ഒരുപറ്റം ആർഎസ്എസ് നേതാക്കൾ ഇതിലെ പ്രതികളെ സ്റ്റേഷനിലെത്തിച്ച ശേഷം ഉടൻ ജാമ്യത്തിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. ആക്രമണത്തിനിരയായ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആശുപത്രിയിൽ കഴിയുന്നതിനിടെ പ്രതികളെ ജാമ്യത്തിൽ വിട്ടതിൽ പ്രതിഷേധിച്ചാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 100ഓളം സിപിഎം പ്രവർത്തകർ സ്റ്റേഷൻ ഉപരോധിച്ചത്. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഗോപകുമാർ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധാർഹമാണ് എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പോലീസ് ഒരു നിയമവും ഇവിടെ നടത്തുന്നില്ല. പോലീസ് സ്വാഭാവികമായിട്ടും ഗുണ്ടകളെയും അക്രമകാരികളെയും BJPയെയും RSSനെയും സഹായിക്കുന്ന സമീപനമാണ് പോലീസ് തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരടക്കമുള്ള ആളുകൾ സ്വീകരിച്ചിരിക്കുന്നത്. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് സമരക്കാർ ഉപരോധം അവസാനിപ്പിച്ചു. വിട്ടയച്ച RSS പ്രവർത്തകരിൽ വാറണ്ട് കേസിലെ പിടികിട്ടാപ്പുള്ളികളും ഉണ്ടായിരുന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG സനൽകുമാർ, വാർഡ് കൗൺസിലർ സത്യൻ, വണ്ടിത്തറ മധു, AG സുക്കാർണോ എന്നിവരുമായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.